അക്യൂപങ്ക്ചർ ചികിത്സാ രീതി എന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്, പക്ഷേ അത് പ്രാഥമികമായിട്ടും വേദന സംഹാരി എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഒരു സമാന്തര ചികിത്സാ രീതി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം. ശരീരത്തിലെ വേദനകളൊക്കെ ചികിത്സിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ശരീരഭാഗങ്ങളിൽ സൂചി കുത്തിയുള്ള ഒരു ചികിത്സ പലരും ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. സൂചി കുത്തിവെച്ച് അതിലൂടെ ഈ വേദന ശമിപ്പിക്കുന്ന നിലയിലുള്ള ചികിത്സ എന്നാണ് പറയുന്നത്. ശരീരത്തിലെ സ്വാഭാവിക വേദന സംഹാരികളാണ് എൻഡോൾഫിൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതി എന്നതാണ് ഇതിനെക്കുറിച്ച് വിദഗ്ധർ നൽകുന്നത്. ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി മന്ത്രാലയം ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതായത് അത് നിലവിലുള്ളതാണ്. അത് വേദന സംഹാരി എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ചികിത്സ എന്നത് മാത്രമാണ്. പ്രധാന ചികിത്സാ ശാഖകളിൽ ഉൾപ്പെടുന്നതല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പ്രത്യേകിച്ചും സ്വതന്ത്ര തെറാപ്പി വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിരുദാനന്തര കോഴ്സുകളൊക്കെ നിലവിലുണ്ട്. ഹ്രസ്വകാല കോഴ്സുകളുമുണ്ട്. ഇത് അതായത് അക്യൂപങ്ക്ചർ എന്നത് ഒരു മോശം രീതി എന്നതല്ല, അത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ഒരു ചികിത്സയാണ് വേദന സംഹാരി എന്ന നിലയ്ക്ക്. പക്ഷേ അർബുദം പോലെ ഏറ്റവും സങ്കീർണമായ ഏറ്റവും ഗുരുതരമായ ഒരു അസുഖത്തിന് ഉപയോഗിക്കേണ്ട ഒരു ചികിത്സാ രീതിയല്ല. അത് നമുക്കറിയാം, നിലവിലുള്ള അലോപ്പതി ചികിത്സ തന്നെയാണ് നിലവിൽ അതിലേറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അത് തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ ആളുകൾ ഈ മരണഭയവും ഒക്കെ ആളുകളിൽ പെട്ടെന്ന് പല വഴികളിലേക്കും തിരയാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. അത് ചില ആളുകൾ ഇത്തരത്തിൽ വശത്താക്കി പണം അപഹരിക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ ചികിത്സയിലൂടെ വലിയ നേട്ടമുണ്ടാക്കിയെന്നൊക്കെ ആളുകളെ പറ്റിക്കാനൊക്കെ ആയി ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.